വെടിനിർത്തൽ ചർച്ച തുടരുന്നതിനിടെ ഗസയിൽ വ്യാപക ആക്രമണവും നിർബന്ധിത കുടിയൊഴിക്കലും ഇസ്രായേൽ തുടരുകയാണ്. പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 118 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ നിന്ന് 85% പലസ്തീനികളെയും ഇസ്രായേൽ പുറന്തള്ളിയതായാണ് റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ മന്ത്രിമാർ രംഗത്ത് വന്നു. ഗസയിൽ അമേരിക്കൻ നിർമ്മിത മാരക ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ലബനാന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ പരിഹരിക്കാൻ നടപടി വേണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, കുടിയൊഴിപ്പിക്കലും പലസ്തീനികളെ കൊന്നു തള്ളുന്നതും ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പുതുതായി വരുന്ന കണക്കുകൾ അത് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നു. 24 മണിക്കൂറിൽ 100-ലധികം ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും നിർത്തുന്നില്ല. വെടിനിർത്തലിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് രൂക്ഷമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഗസയിലെ വിവരങ്ങൾ? അതുതന്നെയാണ്. ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ച സജീവമായി തുടരുന്നു. അമേരിക്കയിലും അതോടൊപ്പം തന്നെ ദോഹയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെയാണ് പിന്നിട്ട ദിവസങ്ങളുടെ ഒരു ശരാശരി കണക്കെടുത്തു കഴിഞ്ഞാൽ നിത്യവും 100 അല്ലെങ്കിൽ അതിനു മുകളിൽ പലസ്തീനികളെ കൊന്നു തള്ളിക്കൊണ്ടാണ് തങ്ങളുടെ കൊടും ക്രൂരത ഇസ്രായേൽ ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നിട്ട 20 മാസമായി തുടരുന്ന ആ ക്രൂരതയ്ക്ക് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലൂടെയാണ് ഇപ്പോൾ ആ കൊല തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ ഇന്നും 34 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ട്. വളരെ ആസൂത്രിതമാണ് ഈ ഭക്ഷണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൂട്ടക്കുരുതി. പക്ഷേ അതിനെപ്പോലും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇസ്രായേൽ സൈന്യം കൈക്കൊണ്ടുവരുന്നത്. ഇന്ന് സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ 600-ലധികം പേർ ഈ അർത്ഥത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വസ്തുതയല്ല. അത്രയൊന്നും ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിനെ വളരെ ലളിതവൽക്കരിക്കാനുള്ളൊരു നീക്കമാണ് ഇസ്രായേൽ സൈനിക വക്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യാപകമായ തോതിലാണ് അത് മധ്യ ഗസയിലും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് മാരകമായിട്ടുള്ള ബോംബുകൾ വർഷിക്കുന്ന ഒരു സാഹചര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതേ സമയം തന്നെ തിരക്കിട്ട ചർച്ചകൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ആ ഒരു നിർദ്ദേശത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. ആ 2 മാസ കാലയളവിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് കൂടി സ്റ്റീവ് വിറ്റ്കോഫ് സമർപ്പിച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും തുടരുന്നു. വെടിനിർത്തലിന് ഏറെക്കുറെ സന്നദ്ധമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ നേരിട്ട് തന്നെ അറിയിച്ചതായിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ശനിയാഴ്ച മിക്കവാറും ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേരും. എന്നിട്ട് ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അന്തിമമായിട്ടുള്ള അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ആ അംഗീകാരം വാങ്ങിയിട്ടാവും നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുക. എന്തായാലും അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ഇന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുമെന്ന് കൂടി അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയോടുകൂടി വെടിനിർത്തൽ സംബന്ധിച്ച ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഹമാസുമായിട്ട് അനൗപചാരികവും ഔപചാരികവുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. ഈ പുതിയ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ കൂടിയാലോചനകളും തുടരുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഹമാസ് ഭേദഗതികളോടുകൂടിയുള്ള തങ്ങളുടെ നിലപാട് അറിയിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ഹമാസിന്റെ ഭാഗത്തുനിന്നുകൂടി അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെടിനിർത്തൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് വൈറ്റ് ഹൗസ് വക്താവും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കൊടും ക്രൂരതയും കുടിയൊഴിക്കലും ഇപ്പോൾ ഖാൻ യൂനിസിൽ തന്നെ ഏതാണ്ട് 83.5% പലസ്തീനികളെയും അവിടെ നിന്ന് തുരത്തിയതായിട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. എല്ലാ ഭാഗത്തു നിന്നും ഫലസ്തീനികളെ പുറന്തള്ളുകയും പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഗസയെ കൊണ്ടുവരാനുമുള്ള ആസൂത്രിത നീക്കം തുടരുന്നുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും ഹമാസിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ധന്യ.
യെസ്, ഇവിടെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇസ്രായേലിനകത്ത് തന്നെ വരുന്ന പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. അതുണ്ടാക്കിയ സമ്മർദ്ദത്തിൽ നിന്ന് ആ ചർച്ചയിലേക്ക് എത്രത്തോളം എത്തി എന്നതും കണ്ടതാണ്. പക്ഷേ ഇവിടെ വീണ്ടും അമേരിക്കയുടെ നിലപാട്, ട്രംപിന്റെ നിലപാട് നിർണായകമാവുന്ന സാഹചര്യങ്ങൾ പലതരത്തിലുണ്ട്. ആ സമയത്ത് തന്നെ ലെബനാൻ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതി ഇസ്രായേൽ തുടരുന്നുമുണ്ട്. എന്താണ് ഇസ്രായേലിനുള്ളിൽ നടക്കുന്നത്? പുറത്തു നിന്നുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്? അമേരിക്കയുടെ ഇനിയുള്ള നിലപാട് ഏത് തരത്തിലായിരിക്കും? ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഗസയിൽ ഈ കൊടും ക്രൂരത തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ താരതമ്യേന സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിന്ന ആ പ്രദേശങ്ങളിലേക്ക് പോലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും തികഞ്ഞ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ വെസ്റ്റ് ബാങ്കിന്റെ എല്ലാ പ്രദേശങ്ങളിലും രൂപപ്പെടുത്താനും ഇസ്രായേൽ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ മന്ത്രിമാരുടെ, പ്രധാനമായിട്ടും ലിക്വിഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മന്ത്രിമാരാണ് ഔദ്യോഗികമായി തന്നെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് ഇനിയും അങ്ങനെ തന്നെ ഒരു നിയന്ത്രണ സ്വഭാവത്തിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റാതെ അത് ഇസ്രായേലിന്റെ ഭാഗമാക്കി ഔദ്യോഗികമായി തന്നെ ഒരു പ്രഖ്യാപനം വേണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് മന്ത്രിമാർ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വെസ്റ്റ് ബാങ്കിന്റെ മേൽ തങ്ങളുടെ ഒരു പിടി അല്ലെങ്കിൽ സ്വാധീനം വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുമാത്രമല്ല, ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ഇത് തങ്ങളുടെ പരമാധികാരമുള്ള പ്രദേശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ അത്രയും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും അരങ്ങേറിയിരിക്കുന്നത്. നിരവധി ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ആ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതേ സമയം തന്നെയാണ് ഇപ്പോൾ ലെബനാനിൽ ഒരു കരാർ രൂപപ്പെടുകയും ആ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇടയ്ക്കിടെ ആ ലെബനാന് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ദക്ഷിണ ലെബനാനു നേരെ ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഹിസ്ബുല്ലയെ വീണ്ടും യുദ്ധരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ ഇത്രയും കടന്നാക്രമണം എന്ന് വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ആഗ്രഹിക്കുന്നത്. ഇപ്പം മസ്ജിദുൽ അക്സയ്ക്ക് നേരെ ഇന്നും അവിടെയും കടന്നുകയറ്റം നടത്തുകയും ആ പള്ളിയുടെ പരിപാവനത്വം നശിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകോപനപരമായിട്ടുള്ള ഈ നടപടികൾ തുടരുന്നത് ഒരുപക്ഷെ കുറെ കൂടി വികസിച്ച ഒരു ഇസ്രായേൽ എന്ന തങ്ങളുടെ സങ്കല്പം പ്രാവർത്തികമാക്കാനുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക ലക്ഷ്യത്തോടുകൂടി ആണെന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ഈ വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപ് ഏത് നിലപാട് സ്വീകരിക്കും, എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുള്ള വെടിനിർത്തലിന് ഇസ്രായേലിനെ ഏതർത്ഥത്തിൽ അദ്ദേഹം ട്രംപ് പ്രേരിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമ്മർദ്ദം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വിട്ടുവീഴ്ചകൾക്ക് ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് തന്നെയായിരിക്കും ഗസയും വെസ്റ്റ് ബാങ്കും നീങ്ങുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക എന്തു നിലപാട് സ്വീകരിക്കും എന്നത് വീണ്ടും പ്രധാനമായിട്ട് തീരുകയാണ്. ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഗസയിലെ ഈ ഒരു അവസ്ഥ മാറണം, അതിന് സ്ഥായിയായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഉൾപ്പെടെ UAE ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഹമാസിനുള്ള സമ്മർദ്ദവും നമ്മൾ കണ്ടതാണ്. എങ്ങനെയെങ്കിലും, അതായത് ഈ സ്ഥിതി വഷളാവുന്നതിന് മുൻപ് ഹമാസിനോട് ട്രംപ് ആവശ്യപ്പെടുന്നു ഇത് നിർത്താൻ. പക്ഷേ ഹമാസ് ഇപ്പോഴുള്ള നിലപാട് എങ്ങനെയാണ്? ബന്ദികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ധന്യ, ഹമാസിന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രതികരണം, പുതിയ നിർദ്ദേശം തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ തങ്ങൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമം തന്നെയാണ്. ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഗസയുടെ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങണം. അതോടുകൂടി മാത്രമേ ഒരു സ്ഥായിയായിട്ടുള്ള പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഗസയുടെ ഭരണം കൈവിട്ടു കൊടുക്കാൻ അല്ലെങ്കിൽ അത് മാറാൻ തങ്ങൾ സന്നദ്ധമാണെന്ന് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ സൗഹൃദ അറബ് രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതായിട്ട്
വരുന്നതായിട്ടും ഹമാസ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടേതായിട്ടുള്ള ഒരു സ്വതന്ത്ര സമിതിക്ക് വിദഗ്ധർ ഉൾപ്പെടുന്ന ആ സമിതിക്ക് ഗസയുടെ ഭരണം കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്ന നിലയ്ക്കുള്ള ഹമാസിന്റെ ആ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ആ ചെറുത്തുനിൽപ്പ് ആ സ്വഭാവത്തിൽ തന്നെ ഹമാസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അറബ് രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല. ഹമാസിനെ പൂർണ്ണമായിട്ട് തുരത്തുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് ഇസ്രായേൽ പറയുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധവിരാമം എന്നത് എത്ര കണ്ട് സാധ്യമാകും എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഹമാസ് ഈ പുതിയ നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും 1-2 ദിവസത്തിനുള്ളിൽ ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ തങ്ങളുടെ അഭിപ്രായം അവർ അറിയിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഹമാസിന്റെ നിലപാട് അറിയും. അതോടുകൂടി തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയോടുകൂടി ഇസ്രായേൽ അമേരിക്കയുടെ ശരിയായിട്ടുള്ള അവരുടെ നിലപാടും വ്യക്തമാവും. ഏതായാലും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഈ ഒരു രാത്രിയിലും. നാസർ, വെസ്റ്റ് ബാങ്കിനായിട്ടുള്ള ആവശ്യം നമുക്ക് നേരത്തെ അറിയാം. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ അത് ഏത് തരത്തിലാണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നത്, ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അവരുടെ വിശദീകരണവും അവരുടെ കടന്നുകയറ്റവും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് വെസ്റ്റ് ബാങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്നതും വ്യക്തമാണ്. പക്ഷേ ആ ആവശ്യം എത്രത്തോളം അംഗീകരിക്കപ്പെടും, അതിനായിട്ടുള്ള ഒരു സമ്മർദ്ദം നിലവിൽ എത്രത്തോളം നടക്കുന്നുണ്ട്? ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക പോലും ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ച് വരണമെന്നതാണ് അറബ് രാജ്യങ്ങളുടെ ഒരു പ്രഖ്യാപിത രാഷ്ട്രീയ മുദ്രാവാക്യവും ലക്ഷ്യവും. അവരക്കാര്യം അതാണ് ഗസക്കാരെ മാറ്റിക്കൊണ്ട് അവിടെ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനികളെ മാറ്റിക്കൊണ്ട് അവിടെ കയ്യേറുക എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന ഈ അയവില്ലാത്ത ആക്രമണത്തിനിടയിലും വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം. അതിനിടയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പൂർണ്ണമായ ഒരു വെടിനിർത്തലിന് മാത്രമാണ് തയ്യാറാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് 60 ദിവസം എന്നതിലേക്കൊന്നും ഹമാസ് താല്പര്യപ്പെടുന്നില്ല. അമേരിക്കയുടെ ആവശ്യം ലഭിച്ചു, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ പ്രതികരണം അവസാനമായി വരുന്നത്. എന്തായാലും സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദികളുടെ കാര്യത്തിൽ മറ്റൊരു തീരുമാനത്തിലേക്കും എത്തില്ല എന്ന് ഹമാസ് പറയുന്നു. എങ്കിലും ആക്രമണം തുടരുകയാണ്, കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ഗസയിൽ നിന്ന് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.